ദുരിതക്കയം നീന്തിക്കയറാൻ ഉദാരമതികളുടെ സഹായം തേടി ഒരു കുടുംബം. എറണാകുളം സൗത്ത് മേൽപ്പാലത്തിന് കീഴിൽ വാടകയ്ക്ക് കഴിയുന്ന കിടപ്പ് രോഗിയായ ജെസിയും മകളുമാണ് കരുണയുടെ കൈകൾ തേടുന്നത്. ഒരു തുണ്ട് ഭൂമിയും അടച്ചുറപ്പുള്ള മേൽക്കൂരയും ലഭിക്കാൻ സുമനസ്സുകൾ കൈത്താങ്ങാവുമെന്ന പ്രതീക്ഷയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ജെസിയും മകളും. വാതിലിനപ്പുറത്തെ ഓരോ ചലനങ്ങളും ഈ അമ്മയ്ക്കും മകൾക്കും ഞെട്ടലാണ്. ഒരു കാറ്റടിച്ചാൽ പറന്നു പോകുന്ന തകരമേൽക്കൂരയ്ക്കടിയിൽ വാടകയ്ക്കാണ് കിടപ്പുരോഗിയായ അമ്മയും 20 വയസ്സുകാരി മകളും താമസിക്കുന്നത്. പരസഹായമില്ലാതെ എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ മകൾ മാത്രമേയുള്ളൂ. എന്നാൽ മകൾ കൂട്ടിരുന്നാൽ പിന്നെ വീട്ടിൽ തീ പുകയില്ല. മകൾ ജോലിക്ക് പോയി ലഭിക്കുന്ന 6000 രൂപ മാത്രമാണ് ഈ കുടുംബത്തിന്റെ വരുമാനം. അതിൽ 5000 രൂപ ഈ കൊച്ചു വീടിന് വാടകയായി നൽകണം. കാലിന്റെ ഇരുമുട്ടുകളും പൊട്ടിയ ഈ അമ്മയ്ക്ക് നടക്കാൻ കഴിയണമെങ്കിൽ ശസ്ത്രക്രിയ ആവശ്യമാണ്. പണമില്ലാത്തതുകൊണ്ട് ചികിത്സ തേടുക എന്ന ആഗ്രഹവും ഈ കുടുംബം ഉപേക്ഷിച്ചു. സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നിർധന കുടുംബം. വൈകിട്ട് വാതിലടച്ചാൽ പിന്നെ ഈ അമ്മയും മകളും പുറത്തിറങ്ങില്ല. കക്കൂസ് വീടിന് പുറത്തായതുകൊണ്ട് തന്നെ രാത്രിയിലെ ആവശ്യങ്ങൾ പാത്രത്തിൽ സാധിക്കുകയാണ് പതിവ്. മോള് 6:30 ജോലിയും കഴിഞ്ഞ് വന്നാൽ ഈ കതവങ്ങ് അടയ്ക്കും, തുറക്കൂല. ഞങ്ങൾക്ക് പേടിയാണ്. അപ്പം ഈ ജനലിൽ കൂടെ നോക്കുമ്പോൾ ഒരാൾ നിൽക്കുന്നു. ഞങ്ങൾ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചു നോക്കിക്കൊണ്ട് ലൈറ്റ് ഇട്ട് നോക്കുമ്പോഴത്തേന് ഇയാൾ പോയി. 12 മണിയായി. രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും തുടർക്കഥയാണ്. ഇടയ്ക്കിടെ ഗൃഹസമ്പർക്ക പരിപാടികൾ നടത്തുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നഗരമധ്യത്തിൽ ഇങ്ങനെ ഒരു വീട് കാണാതെ പോയാൽ ഈ നാട്ടിലൊരു സർക്കാരുണ്ടെന്ന് എങ്ങനെ അടയാളപ്പെടുത്താനാകും? 1 സെന്റ് ഭൂമിക്കും ഒരു അടച്ചുറപ്പുള്ള വീടിനും വേണ്ടിയും ഈ അമ്മയും മകളും മുട്ടാത്ത വാതിലുകളില്ല. ഇനിയൊരു ജിഷയുണ്ടാവരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ഈ അമ്മയുടെയും മകളുടെയും കണ്ണുനീർ കാണാതെ പോകരുത്. PK സുജിത്, റിപ്പോർട്ടർ, കൊച്ചി.